ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇപ്പൊ നമുക്ക് S1 റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സപ്ലി ആണോ എഴുതണോ, നിർബന്ധമായിട്ട് എഴുതണോ, റിവാലുവേഷൻ കൊടുത്താൽ മതിയോ, അതേപോലെ ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇത് സപ്ലി വന്നവർക്ക് മാത്രമാണ്. ഇപ്പൊ പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. ഇപ്പൊ സപ്ലി വന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം, നല്ലൊരു മാർക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് റീവാലുവേഷൻ കൊടുത്തുകൊണ്ട് വലിയൊരു കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഒക്കെ അങ്ങനെ വളരെ ഒരു കുറഞ്ഞ മാർക്കിന് വേണ്ടി നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തിട്ട് അത് എക്സ്പെക്ട് ചെയ്തിരിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്, നിങ്ങൾ എഴുതിയതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവാലുവേഷൻ കൊടുക്കാം. അപ്പൊ ആ റിവാലുവേഷൻ വഴി നിങ്ങൾക്ക് സപ്ലി ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ റീവാലുവേഷൻ നിങ്ങൾ കൊടുത്താലും റീവാലുവേഷന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരു പക്ഷേ സപ്ലി എക്സാം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്ലി എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സപ്ലി എക്സാം അറ്റൻഡ് ചെയ്യാതെ റിവാലുവേഷന്റെ റിസൾട്ടിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിട്ട് റീവാലുവേഷനിൽ നോ ചേഞ്ച് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഒരു സപ്ലിക്കുള്ള ചാൻസ് കിട്ടുന്നത് വീണ്ടും ഇനി അടുത്ത സെമിസ്റ്ററിന്റെ ഒരു എൻഡിലായിരിക്കും. അപ്പൊ നിങ്ങൾ S3 എക്സാംസ് എഴുതുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് വീണ്ടും S1 എക്സാം എഴുതേണ്ടി വരിക. അപ്പൊ വെറുതെ നമ്മൾ ഒരു ചാൻസ് മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ ഒരു പക്ഷേ ചിലപ്പോൾ റീവാലുവേഷന്റെ റിസൾട്ട് ആദ്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടി നിങ്ങൾ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുവാണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാം, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. പക്ഷെ ഒപ്പം സപ്ലി രജിസ്റ്റർ ചെയ്ത് സപ്ലി എക്സാമും കൂടെ എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി റീവാലുവേഷൻ എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങൾ, ഇപ്പൊ റിസൾട്ട് വന്നു അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിന്റെ ഏതെങ്കിലും ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ വഴി നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ റീവാലുവേഷന് നമ്മൾ വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന് നിങ്ങൾ ഫീസ് അടച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീവാലുവേഷൻ ചെയ്യാം. ഇനി അതേപോലെ തന്നെ സപ്ലി എക്സാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ സപ്ലി എക്സാം രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ S2 എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. അപ്പൊ S2 എക്സാമിന്റെ കലണ്ടറിൽ ഒപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും S2 എക്സാംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് S1ന്റെയും സപ്ലി എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ S2 എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സപ്ലി വന്ന പേപ്പർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. S2 എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തും. സപ്ലി എക്സാം ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ സാധാരണ എക്സാം എഴുതുന്ന അതേ ഒരു ഇതിൽ തന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, സപ്ലി എക്സാം വളരെ ഈസി ആവുന്നോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് സപ്ലി എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണം. ഓക്കെ, ഇനി ലോ പാസ് ഗ്രേഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അതായത് നമുക്ക് ഇപ്പൊ ഇന്റേണൽ മാർക്ക് നമുക്ക് കിട്ടിയില്ല, ഇന്റേണൽ അണ്ടർ ആയിട്ട്, അതേസമയം എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ പാസ് ആവാനുള്ള മാർക്ക് വാങ്ങിച്ചു എന്നുള്ളവർക്കാണ് ഈ ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ലോ പാസ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് P എന്ന് പറയുന്ന ആ ഒരു ഇതിനേക്കാളും ഒരു കുറഞ്ഞൊരു ഗ്രേഡ് ആയിരിക്കും വരിക. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലി എന്നുള്ള ഒരു ഹിസ്റ്ററി ഇല്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ലോ പാസ് ഗ്രേഡിനുള്ളത്. ഇപ്പൊ ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാനും ഇതേപോലെ തന്നെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 15 ഡേയ്സ് ഒക്കെയാണ് ചിലപ്പോൾ ഈ ഒരു ലോ പാസ് ഗ്രേഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുക. അപ്പൊ ആ ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു പക്ഷേ സപ്ലി എക്സാം എഴുതി കുറച്ചുകൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സപ്ലി എക്സാം എഴുതുന്നതാണ് നല്ലത്. അതേസമയം ഒരു സപ്ലി ഹിസ്റ്ററി വേണ്ട എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലോ പാസിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇത് നമുക്ക് കോമൺ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ ഏത് സബ്ജക്റ്റിനാണോ സപ്ലി അതിൽ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇനി സപ്ലി എക്സാം എഴുതി ഒന്നും കൂടെ നല്ല രീതിക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കുറച്ചുകൂടെ നല്ല മാർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല CGP ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്ലിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. റീവാലുവേഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. LP നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ലോ പാസ് ഗ്രേഡിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും റീവാലുവേഷൻ ആണെങ്കിലും ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ആ ഒരു ടൈം നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഒപ്പം തന്നെ സപ്ലി എക്സാമിനും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ടൈം ആവുമ്പോൾ അതും ചെയ്യുക.
ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങളും സപ്ലിയുടെയും റീവാലുവേഷന്റെയും ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഏതെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കും. ഒപ്പം നിങ്ങളുടെ X2 എക്സാംസിനും പഠിക്കാൻ തുടങ്ങുക. അധികം വൈകാതെ തന്നെ, അതായത് വിഷു ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളെ S2 എക്സാംസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസ് നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ സബ്ജക്ട്സിന്റെയും റിവിഷൻ സീരീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.